നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓണത്തിന് മുന്നോടിയായി റേഷൻ കാർഡിന് 2 ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യുമെന്ന് കേരള സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഈ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ആഗസ്റ്റിൽ സപ്ലൈകോ സ്റ്റോറുകൾ വഴി ലിറ്ററിന് 349 രൂപ സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിൽക്കും. അതേ കാർഡ് ഉടമയ്ക്ക് സെപ്റ്റംബർ 4 വരെ അത് വാങ്ങാം. സെപ്റ്റംബർ 5 മുതൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ ഓണം വിൽപ്പന ആരംഭിക്കും. ഓരോ റേഷൻ കാർഡ് ഉടമയ്ക്കും സബ്സിഡി വിലയിൽ 2 ലിറ്റർ എണ്ണ വിതരണം ചെയ്യും. കേര ഫെഡ് ഉണ്ടാക്കിയ കരാറിനെ തുടർന്ന് സപ്ലൈകോ കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ വിൽക്കാൻ പദ്ധതിയിടുന്നതായി കൃഷിമന്ത്രി G പ്രസാദ് ശനിയാഴ്ച പറഞ്ഞു. വെളിച്ചെണ്ണ വില ഉടൻ കുറയുമെന്ന് മന്ത്രി അനിൽ പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യവസായ മന്ത്രി P രാജീവുമായി കൂടിക്കാഴ്ച നടത്തിയ വ്യാപാരികൾ കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ വിൽക്കാൻ ശ്രമിക്കുന്നുവെന്ന് സർക്കാരിന് ഉറപ്പ് നൽകിയതായി അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ നിരക്കിൽ വെളിച്ചെണ്ണ സംഭരിക്കുന്നതിന് ടെൻഡർ നൽകുന്ന കാര്യവും സപ്ലൈകോ പരിഗണിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് വെളിച്ചെണ്ണ താങ്ങാനാവാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ ആഴ്ച 500 രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക് വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ റേറ്റിനും ഓരോ ബ്രാൻഡുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതേസമയം വിപണിയിൽ മായം ചേർത്ത എണ്ണയും മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും വിൽക്കുന്നത് കർശനമായി നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്